പിണക്ക് ഇതുവരെ മാറിയില്ലേ? എനിക്ക് ആരടുത്തും പിണക്കമൊന്നുമില്ല. പിന്നെ എനിക്കാണോ പിണക്കം? സത്യം പറഞ്ഞ എൻ്റെ ഒഫീഷ്യൽ യാത്ര എല്ലാത്തിനും കാരണമായത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതെങ്ങനെയൊക്കെ ആവുമെന്ന്. ഒഫീഷ്യൽ യാത്ര അല്ലല്ലോ കാരണമായത്. നീനെ ഫോൺ ചെയ്യാത്തോണ്ടല്ലേ? അത് വിടന്നേ. ഓ, ഇന്നലെ ഉച്ചയ്ക്ക് വിശന്നിന്റെ അടപ്പളാവി. ഞാൻ നന്നായിട്ട് പ്രതീക്ഷിച്ചു എന്ത് നീ എന്നെ ഉണ്ണാൻ വിളിക്കുമെന്ന്. ഞാൻ എവിടെ? സത്യം പറഞ്ഞ പിന്നാലോചിച്ചപ്പോ എനിക്ക് വിഷമം തോന്നി. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്ന കാണാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കണ്ടാ? കണ്ട്. സത്യം പറയടി, നീല എന്റെ കഞ്ഞിൽ ഉപ്പുമുളകോട്ട് കലക്കിയത്. ചാവടി ചായ ഒന്നും എനിക്ക് വേണ്ട. ഓ ജാട കാണിക്കലടേ, കുടിക്കടേ. ആ കുടിക്ക. എടാ പോടാ വിളി പിള്ളേരെ. ഫ്രിഡ്ജിൽ വെച്ചതാ. അവരിത്ര നേരം ഇല്ലേ പോ മതി. വേണ്ടേ? കളയണേ, പിന്നെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കല്ല. എന്നിട്ട് നാളെ ചൂടാക്കി തരണം, അല്ലെങ്കിൽ വൈകുന്നേരം ചൂടാക്കി തരണം. എന്നാ വാ, ചൂടാക്കി തരാം. വാ. ഓ ഭക്ഷണം കഴിക്കുമ്പോ മര്യാദക്കിരുന്ന് കഴിക്കടാ. നീ എപ്പോടാ? ഇന്നലെ 1 മണിക്കാ എത്തിയത്. ട്രെയിൻ ഒടുക്കത്തെ ലേറ്റ്. പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ട്? ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു. അത് റീഷൂട്ട് ചെയ്ത് എന്നെ പരിപ്പിളക്കില്ല എന്നുള്ളൂ. സംഭവം അടിപൊളിയായിരുന്നു. അല്ല അതൊക്കെ ഇരിക്കട്ടെ, ഇവിടെ 2 ദിവസമായിട്ട് മുട്ടൻ പ്രോഗ്രാം ആണെന്ന് കേട്ടു. ഓ വന്ന് കയറിയില്ല, അതിനു മുമ്പ് എല്ലാം അറിഞ്ഞ? ഞാൻ അറിഞ്ഞു. ഇന്നലെ എന്നോടെല്ലാം പറഞ്ഞു. വല്ല കാര്യണ്ടോ? 2 പേർക്കും വേറെ പണിയില്ല. പിന്നല്ല, ചുമ്മാ ആവശ്യമില്ല കിടന്ന് വേളം ഉണ്ടാക്കാൻ വേണ്ടി അല്ലടാ. അമ്മ അച്ഛൻ പാവല്ലേ, വെറുതെ എന്തിനാ അമ്മ അച്ഛനായിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞോട്. അപ്പൊ എന്റെ അമ്മ ഭയങ്കരിയാണോ? ഓ എന്റെ അമ്മ ഞാനൊന്നും പറഞ്ഞില്ല. ഞാനേ മനസമാനത്തോടെ അപ്പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നു വെച്ചോളാം. അങ്ങോട്ട് പോടാ, അടുക്കള പോയി കഴിപ്പോ. ശരി, അവിടെ പോയിട്ട് ചെറുക്കന് വിവരം വെച്ചു കേട്ടാടി. പറഞ്ഞിട്ടോ? അവൻ നേരെ തിരിച്ചാ മനസ്സിൽ. അവൻ നേരെ തിരിച്ചാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. അച്ഛൻ ഭയങ്കരനല്ല, അമ്മ പാവല്ലെന്ന്. എന്താ ഒരു മൂഡ് ഓഫ്? ഒരു പരീക്ഷണവും ഇല്ലേ ഇന്ന്? ഓ പരീക്ഷണമൊക്കെ ചെയ്യണോടാ, പക്ഷെ നീ പറഞ്ഞ കറക്റ്റാണ്. അച്ഛനെ ഒരു മൂഡ് ഓഫ്. അച്ഛൻ എന്തെങ്കിലും ചെയ്യച്ചാ, എന്നാലല്ലേ ഞങ്ങൾക്ക് ഒരു ത്രിൽ ഉണ്ടാവൂ. അച്ഛൻ എന്ത് ചെയ്താലും കോമഡിയിലേ അവസാനിക്കുള്ളൂ. അച്ഛൻ എന്ത് ചെയ്താലേ കോമഡിയിൽ അവസാനിക്കുള്ളൂ. ഒന്ന് വെറുതെ ഇരിയടേ. അച്ഛനെ ചാർജ് ചെയ്യുമല്ലേ? അച്ഛനെ ചാർജ് ചെയ്ത് കയറ്റാൻ പോണേ. അതൊക്കെ പോട്ടെ അച്ഛാ. കുറെ കാലമില്ല അച്ഛനെ വീട്ടിൽ പോയിട്ട്. എനിക്ക് കുളത്തിലൊക്കെ ഒന്ന് മുങ്ങി കളിക്കാൻ കൊതിയാവുന്നു അച്ഛാ. തന്നെടാ? അയ്യോ, അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അച്ഛൻ്റെ വീട്ടിൽ പോവാം, എല്ലാവർക്കും കൂടെ പോവാം. കുളത്തിലൊക്കെ കുളിച്ച് അപ്പോഴേ അച്ഛനും ഒന്ന് ഫ്രഷ് ആവൂടാ. ഡേ കൊണ്ടുപോയി അച്ഛനൊന്ന് ഫ്രഷ് ആവും കേട്ടാ. എന്നാ നമുക്ക് കന്യാകുമാരി പോയാ പോരെ? കൂടെ നിന്നിട്ട് കളിയാക്കല്ലേ മക്കളെ. അച്ഛൻ സീരിയസ് ആയിട്ടും കന്യാകുമാരിയിൽ പോവാ അച്ഛാ. അല്ല അച്ഛൻ മക്കൾക്ക് എന്തുറപ്പാണാവോ കൊടുക്കുന്നേ? ചേട്ടാ നമ്മള് കന്യാകുമാരിയിൽ പോവാൻ പോവാ. കന്യാകുമാരിയാ? എന്താടാ കന്യാകുമാരി കേട്ടപ്പോ നിന്റെ മുഖത്തൊരുമാതിരി വാട്ടം? വാട്ടൊന്നല്ല, എന്നാലും നമ്മൾ ഈ ഇരുന്നിരുന്ന് യാത്ര ചെയ്യുമ്പോ കന്യാകുമാരി വരെ പോയൊന്നും കാര്യമൊന്നുമില്ല അച്ഛാ. കറക്റ്റ്. അച്ഛാ എന്തായാലും മെനക്കെടുവാ, അപ്പൊ ഒരു 5-6 ദിവസത്തെ യാത്രയെങ്കിലും പോണം. ശരിയാ. അവള് പറഞ്ഞ കറക്റ്റാണ്. നമുക്കൊരു 2-3 ദിവസത്തെ ടൂറെങ്കിലും വേണം. ആദ്യം നമുക്ക് കന്യാകുമാരി പോവാം, അതുവഴി മധുരയിൽ പോയി മധുര മീനാക്ഷിയെ കണ്ട് അതുവഴി ഇറങ്ങി പളനി എത്തി. അച്ഛാ ഈ പിൽഗ്രിം സെന്റേഴ്സിൽ മാത്രം പോകുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. അയ്യോ ഞാൻ പറഞ്ഞത് തീർട്ട്. അവസാനം എവിടെ എത്തിയത്? പളനി വഴി കൊടൈക്കനാൽ വഴി ഊട്ടി കൂടെ കറങ്ങി മൂകാംബിക വരുന്നു. അങ്ങനെയുണ്ട്. ക്ലാപ്പ് അടിക്കാൻ വരട്ടെ. ഇത്ര പേർക്കും കൂടി ചെലവ് എത്രയാണെന്ന് അറിയാം മൊത്തം? കാറിന് മാത്രം ഒരു 10-30,000 രൂപയാവും. കാറാ? ഏത് കാറ്? ഇനോവ. ആര് വിളിച്ച്? ആരും വിളിച്ചോന്നല്ല ഞാൻ പറഞ്ഞത്. മിനിമം ഇത്ര പേർക്ക് സുഖമായിട്ട് യാത്രയാണെങ്കിൽ ഇനോവ തന്നെ വേണം.
അച്ഛാ പ്ലാൻ വിടില്ല അച്ഛാ പ്ലീസ് അച്ഛാ നമുക്ക് പോവാം. ആ പ്ലാനൊന്നും ഇവിടെ ഉണ്ടാ, പക്ഷേ വിഷ്ണു പറഞ്ഞ കാര്യമുണ്ട്. എടാ എത്ര രൂപ എന്ന് പറഞ്ഞാൽ 10-30,000. വണ്ടിക്ക് മാത്രം 10-30,000. ആ. പിന്നെ നമ്മുടെ സ്റ്റേ ഫുഡ് എല്ലാം കൂടെ ഒരു 10-50,000 രൂപ. അമ്മാ അമ്മ 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 പെട്ടെന്ന് വാ. അമ്മ പെട്ടെന്ന് വരണ്ടോ? എന്ത് വിളയത് ചുമ്മാ കമ്മ കമ്മ കമ്മന്നും പറഞ്ഞാലേ എന്താ വിളിച്ചേ? അമ്മേ എന്താ? ചുമ്മാ അമ്മ വേഗം വരാനുള്ള ട്രിക്ക്. ഒറ്റ വീക്ക് കേട്ടോ. അമ്മ സ്വെറ്റർ ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ. ഊട്ടിയിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. ഭയങ്കര തണുപ്പായിരിക്കും. ഭയങ്കര തണുപ്പായിരിക്കും. ഭയങ്കര തണുപ്പായിരിക്കും. ഭയങ്കര തണുപ്പാത്ര. ആ ഭയങ്കര തണുപ്പാ. വട്ടായ ഊട്ടിയിൽ തണുപ്പണെങ്കിൽ ഞാൻ എന്തിനാടാ സെറ്റ് ഇടണേ? അമ്മേ മൂകാംബികയിൽ എന്തായാലും ഒരു ദിവസം തങ്ങാൻ പറ്റൂട്ടോ. മൂകാംബികേ? അമ്മേ കന്യാകുമാരി പോയിട്ട് ഉദയാസ്തമയം ഒന്നും കാണാൻ നിൽക്കണ്ട. അമ്മ അന്ന് പോയതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നല്ലേ ശരി, എനിക്ക് മനസ്സിലാവണേ എന്താ നിങ്ങൾ പറയണേ. അമ്മ കൺഫ്യൂഷൻ ആവണ്ട. നമ്മള് 5 പേരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്മ വരുണ്ടോ ഇല്ലയോ? ഞാനും അതെ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുക ഒരു 5 ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്ന്. നിങ്ങൾ എന്നാ ടൂർ പോണേ? ഡെമ കളിക്കല്ലേ. എത്ര നാളെ പുറത്തൊക്കെ ടൂർ പോയിട്ട്. മിണ്ടാതിരുന്നോ, എന്റെ വയസ്സെല്ലാം കേൾക്കണ രാവിലെ. എന്തോ നീലു കുട്ടികൾ പറഞ്ഞ കേക്ക് നീലു. എന്താ? ആ പാടിയിടുന്നു പാടിയിടുന്നു. അമ്മ അമ്മ പറഞ്ഞ കേക്ക്. അമ്മ പറഞ്ഞ കേക്ക്. ഇനി പറ പറ. മനെ പൊന്നാരമ്മലും സാവധാനം ആലോചിച്ച് നിക്ക് കാല് വിട്ടടാ. പിടിച്ച് വലിച്ചപ്പോഴേ കൊടട്ടെ. അമ്മ ഞങ്ങളെ തല്ലി ഓടിച്ച് ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ മര്യാദക്ക് ഇരിക്കും. ഞാൻ അമ്മേ പതുക്കെ വളച്ച് കയ്യിലെടുത്തോളാം. വളച്ചോ പക്ഷെ ഒടിക്കരുതേ.